ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമില്ലാത്ത ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപഴം ചിലവാണെങ്കിൽ അല്ലെങ്കിൽ ചെറുപഴം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വേണ്ടത്. ഞങ്ങളുടെ വീട്ടിലെ ഫേവറേറ്റ് ഐറ്റം ആട്ടോ ഇത്. വേഗം ഈ ഇലയൊക്കെ തപ്പി കണ്ടുപിടിച്ച് അടുത്ത വീട്ടിലോ നമ്മളെ വീട്ടിൽ എവിടെയുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ മരത്തിലൊക്കെ കയറി വേഗം പൊട്ടിച്ചതൊക്കെ വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് പഴം നമ്മൾ എന്താ ചോദിച്ചാൽ പഴം മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയതാണ് പാരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് പഞ്ചസാര ഇട്ടുണ്ടായിരുന്നു, കാരണം ഇപ്പോഴത്തെ ശർക്കരയ്ക്കൊന്നും അത്ര മധുരമില്ല എന്നാണ് വല്യമ്മ പറഞ്ഞത്. അത് ഉണ്ടാക്കുന്ന ആൾ വല്യമ്മയാണ്. വല്യമ്മയുടെ പ്രോ ടിപ്സ് ട്രിക്സ് എല്ലാം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഏലക്കായും കുറച്ച് ഉപ്പും ഒരു ബാലൻസിന് ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ലൂസ് മിക്സ് നമുക്ക് ഒന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പത്തിരിപ്പൊടി ഇടുന്നത്. അത് ടൈറ്റ് ആവുന്നവരെ പത്തിരിപ്പൊടി ഇടണം കേട്ടോ. അപ്പം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കിയപ്പോൾ അതൊന്നും വേണ്ട, എൻ്റെ കൈ തന്നെ മതി ധാരാളം, ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാണ്ട് വലിയ കൈ കൊണ്ടൊക്കെ ജസ്റ്റ് വേഗം കുഴച്ചൊക്കെ തരികയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത് സെറ്റാവട്ടെ. ഇനി എല്ലാവർക്കും കണ്ട് ഇഷ്ടമാവണം, ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു എങ്ങനത്തെ കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാവുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യണം. അത്രയും നമുക്ക് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളത് ജസ്റ്റ് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൺസിസ്റ്റൻസി ആയിട്ട് ഓരോ ഇലയുടെ മുകളിലും ഇങ്ങനെ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് വേറെ ഇലയും വേറെ ഈളും ഒന്നും വേണ്ട, ജസ്റ്റ് അതിങ്ങനെ ഓട്ടയാക്കിയിട്ട് അതവിടെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സെറ്റായിട്ടുണ്ടെന്ന് ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി ഇങ്ങനെ പാത്രത്തിലോട്ട് വെക്കുന്ന പണിയായിരുന്നു എനിക്ക്. വലിയമ്മ അവിടെ ഇങ്ങനെ തേക്കും, ഞാനിത് വാങ്ങി വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ വെള്ളം അടുപ്പത്ത് വെച്ച് തിളയ്ക്കാൻ ആവി കയറ്റിയാണ് വേണ്ടത്. ഇത് ആവിയിൽ വേവിക്കുന്ന ഒരു ഹെൽത്തി ഫുഡാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലും കുറച്ച് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് വരാൻ. അങ്ങനെ ആവിയിൽ ഇട്ടു, അത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചാൽ മതിയിട്ട് ഒരു 20 മിനിറ്റ്സ് വേവിച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല രസമുണ്ടായിരുന്നു. വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഫുഡാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ.